ഫിറോസ് കുന്നപ്പറമ്പിലിന്റെ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് മെജോറിറ്റി വീഡിയോയിൽ ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിലിനെ തേച്ച് ഒട്ടിക്കുന്ന വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയേറ്റർ പോലെയാണ് ഫിറോസ് കുന്നപ്പറമ്പിൽ നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ ഗവൺമെന്റിനെ കൊണ്ടും ഇല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തതും അതിന്റെ ഫെയിലിയറിന്റെ ഭാഗമാണ് ഫിറോസ് കുന്നപ്പറമ്പിൽ എന്ന ഒരു ചാരിറ്റി വൻമരം വളരാൻ കാരണവും. ആൻഡ് ടു ബി ഫ്രാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് പൈസ കട്ടാലും കുഴപ്പമില്ല, നാട്ടുകാരുടെ കയ്യിൽ അങ്ങോട്ട് പൈസ എത്തുന്നുണ്ടല്ലോ, ആവശ്യക്കാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ കുറേ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു കേൾക്കുന്നുണ്ട്, കുറേ അലിഗേഷൻസ് വരുന്നുണ്ട്. അതിലൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഫിറോസ് കുന്നപ്പറമ്പിലിനെ ചുറ്റിപ്പറ്റി 2 വീഡിയോസ് ഞാൻ കണ്ടു. അതിലൊന്ന് നമ്മുടെ പബ്ലിക് കേരളയുടെ കാദർബായിനെ വിളിച്ചു ചോദിച്ച സമയത്ത് റിഫയുടെ ഫാമിലിന് ഒരു 5 ലക്ഷം രൂപ കൊടുത്തിട്ട് വീട് വെക്കാൻ സഹായിച്ചു. പിന്നെ നമ്മുടെ മോളിച്ചേച്ചിയുടെ വീടും എന്തോ ആധാരം പണയത്തിലായിരുന്നു. 5 ലക്ഷത്തി സംതിങ് രൂപ വേണം ആധാര പണയം വെച്ചത് എടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കടപ്പാടം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അവർ ബാലച്ചേട്ടൻ അവിടെ പോയതും ബാലച്ചേട്ടൻ സഹായിച്ചതും അതിനുശേഷം ഒരുപാട് പേര് സഹായിച്ചതും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വയ്യാതെ കിടന്ന സമയത്ത് ഒറ്റ സിനിമാക്കാരൻ പോലും തിരിഞ്ഞു നോക്കാതെ വളരെ ദയനീയമായ അവസ്ഥയിൽ AMMA സംഘടന വരെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ ഇനി സഹായം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളെ മോളിച്ചേച്ചിനെയും ഈ പറഞ്ഞ പോലെ ഫിറോസ് കുന്നപ്പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് ഒരു 2 ലക്ഷം രൂപയാണ് തോന്നുന്നു ഫസ്റ്റ് കൊടുത്ത് സഹായിച്ചത് അവർ വയ്യാതെ നടന്ന സമയത്ത്. ഇപ്പോൾ അവരുടെ ആധാരം, വീടിൻ്റെ ആധാരം അവർക്ക് എടുത്തു കൊടുത്തു. സോ അതൊരു രണ്ടും എന്താ പറയുക, കുറ്റം പറയുക മാത്രമല്ല, അപ്രീഷിയേറ്റ് ചെയ്യുവാണല്ലോ. ഇപ്പോൾ ഈ 2 കാര്യം കണ്ടപ്പോൾ എനിക്ക് ഫിറോസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് തോന്നിയത്. ഓക്കെ, കാരണം വളരെ വളരെ ആവശ്യക്കാരായ 2 പേർക്ക് സഹായം എത്തിച്ചതിൽ ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു അപ്രീസിയേഷൻ. അപ്പോൾ ഫിറോസിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിന്റെ പേരിൽ ഇനി ആരും 1 രൂപ പോലും മോളി കണ്ണമാലി ചേച്ചിക്ക് കൊടുക്കരുത്. ഈ പ്രശ്നം മുഴുവനായും നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തെറ്റിദ്ധാരണകളെ തിരുത്താൻ ഈ കണ്ടുമുട്ടൽ കൊണ്ട് സാധിക്കും. ഓക്കെ, അതായത് ആളുകൾ ഒരുപാട് പേര് വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഈ വീടിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പോയി പൈസ മേടിച്ചപ്പോൾ ലക്ഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നുള്ള കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്വാസകോശം രോഗം ബാധിച്ച് 3 ആഴ്ച മുമ്പ് അത്യാസന്ന നിലയിൽ മോളിച്ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. തുടർ ചികിത്സയ്ക്കും ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുന്നതിനും വഴിയില്ലാതെ നമ്മളുടെ ബന്ധപ്പെടുകയും ചികിത്സയ്ക്ക് 2,50,000 രൂപ നൽകുക. 2,50,000 ആട്ടോ കൊടുത്തുള്ളത്. പിന്നീട് സുഖം പ്രാപിച്ചു വീട്ടിലെത്തിയപ്പോൾ ഞാൻ കാണാൻ ചെന്നിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞത്, വീട് ജപ്തിയാവാൻ പോവുകയാണ്. ഞാനും മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന 10 പേരാണ് എൻ്റെ കുടുംബത്തിൽ. ഈ മാസം 20-ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും എന്നായിരുന്നു എൻ്റെ കൈ പിടിച്ച് അന്ന് അവർ ചോദിച്ചത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഈ കുടുംബത്തെയും അവരുടെ പ്രയാസവും നമുക്ക് തീർക്കാൻ സാധിച്ചു. ഇന്ന് മോളി ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ, ആ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ. ഇതൊക്കെയാണ് ഈ പ്രവർത്തനത്തിൽ കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എന്തായാലും കാണാം. ഇപ്പോൾ ഉള്ളത് മേരി ചേച്ചിയുടെ വീട്ടിലാണ്. എറണാകുളം ജില്ലയില് കണ്ണമാലി അല്ലേ, കണ്ണമാലി എന്ന് പറയുന്ന ഒരു സ്ഥലം. മേരി ചേച്ചിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നെക്കാളും ഫേമസ് ആണ്, സെലിബ്രിറ്റിയാണ്. എല്ലാ പ്രായത്തിലും സിനിമാ മേഖലയിലൂടെ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയാണ്. പക്ഷേ നമ്മളെയൊക്കെ ചിരിപ്പിക്കുമ്പോഴും ഉള്ളിലെ വിഷമം അടക്കിപ്പിടിച്ചാണ് അവർ നമ്മളെയൊക്കെ ചിരിപ്പിക്കാറുള്ളത്. മേരി ചേച്ചിയുടെ ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം, അവരുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്, സീരിയസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ല, തുടർ ട്രീറ്റ്മെൻറ്റിനും പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ട് ആ സമയത്ത് കൂട്ടിയത് 2 ലക്ഷം രൂപയായിരുന്നു. അത് ഞാൻ വേഗം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ബില്ലടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മോളി കണ്ണമാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാളമേരി മോളി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഫിറോസ് കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ഇത് ലിറ്ററലി ഇവിടുത്തെ സിനിമാക്കാരെ മുഖത്ത് നല്ലൊരു കൊട്ട് കൊടുത്ത പോലെയാണ്. കാരണം സഹായിച്ചവരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന പേഴ്സണൽ കേസ് സഹായിച്ച ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടണ്ണൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ബാലച്ചേട്ടൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ മമ്മൂക്ക ഒരു വട്ടം ഇതേപോലെ എന്തോ ഹോസ്പിറ്റലിൽ ഇതിന് സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞിട്ടും സഹായം ചെയ്യാതിരുന്ന ഒരുപാട് സിനിമാക്കാരുണ്ട്. ബാക്കിയുള്ളവരെ കുറേ പേരുടെ പേരൊക്കെ എനിക്കറിയാം, പക്ഷെ അത്ര കൺഫേം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ആൾ സഹായിക്കാതിരുന്നിട്ടുണ്ട് സിനിമാ ഫീൽഡിലുള്ള. അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിട്ട് പോലും അവർ സഹായിച്ചിട്ടില്ല. സംഘടന എന്ന് പറഞ്ഞു നടന്നു. AMMA ക്ലബ്ബ്
MMA ക്ലബ്ബിൽ അംഗമല്ലാത്തതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒരു പ്രൊമോഷൻ ചെയ്താൽ കിട്ടുന്ന പൈസേൻ്റെ പകുതി മതിയാവും ചിലപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം തീരാൻ. ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് നൈസായിട്ടുള്ളൊരു തോണ്ടൽ തന്നെയാണ് ഫിറോസ് ഈ ചെയ്ത കാര്യം. നിങ്ങൾക്ക് ബാല എന്തോ ചെക്ക് തന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 വീഡിയോ പുറത്തേക്ക് വരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മേരി ചേച്ചിക്കും മക്കൾക്കൊക്കെ തന്നെയാണ് പണി, അവർക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലിലും മറ്റുള്ളവർക്കും ഇങ്ങനെ പിരിവെടുത്തിട്ടാണ് അവർ മുന്നോട്ട് പോണേ എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ കുറേ ആളുകൾ വിളിച്ചു. അതിനകത്തൊരു വ്യക്തിയോട്, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിലും മറ്റു ചാനലുകളിലും കാണുന്നത് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, മേരി ചേച്ചിക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിലോ മറ്റു ചാനലുകളിലൊക്കെ വീഡിയോകൾ പലരും ഇടുന്നുണ്ട്, സഹായിക്കണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നത്. പക്ഷെ ഒരാൾ പോലും ആ വീഡിയോയിൽ, അല്ല ഞാൻ പറയാം, ഒരാൾ പോലും ആ വീഡിയോക്കകത്ത് മേരി ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ വെക്കുന്നില്ല. അക്കൗണ്ട് വെച്ചാലല്ലേ അതിലേക്ക് പൈസ വരുള്ളൂ. പക്ഷെ എല്ലാവരും സഹായിക്കണം അവർ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഇല്ലാത്ത വീഡിയോക്ക് എങ്ങനെ നാട്ടുകാർ പൈസയ്ക്ക് അയക്കൂല. അപ്പോൾ ഇവരുടെ ഈ അവസ്ഥ കാണുന്ന, ഇവരെ അറിയുന്ന സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ പരിസരത്തുള്ള ആളുകൾ കൊടുക്കുന്ന ചെറിയ പൈസ, അതുകൊണ്ടാണ് ചികിത്സയുടെ തുടക്കമൊക്കെ മുന്നോട്ട് പോയത്. എന്നിട്ടാണ് ബില്ലടയ്ക്കാൻ പോലും കഴിയാതെ വന്നത്. ഓക്കെ, പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും തെറ്റായ പ്രചരണങ്ങളും മോളി ചേച്ചിയുടെ ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ബാലച്ചേട്ടൻ കൊടുത്ത ചെക്ക് മുതൽ ഇവർ പലരുടെയും അടുത്ത് പോകുന്നു, പല ചാനലിലും വന്ന് വീഡിയോ ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവർക്ക് എന്താ വീടിന്റെ പ്രശ്നം തീർത്തൂടെ എന്നുള്ള ഒരുപാട് കമന്റും ചോദ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പേഴ്സണലി വേറൊരാളോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച ഒരു എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ അവർക്ക് ഓൾറെഡി അത്യാവശ്യമുള്ള പൈസ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് ഇൻഡസ്ട്രിക്ക് അകത്ത് എന്ന് പറഞ്ഞു. ഓക്കെ, സോ പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഫണ്ട് എങ്ങനെ കൊടുക്കും, എവിടെ കൊടുക്കും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു GPay നമ്പറോ ഒരു അക്കൗണ്ട് നമ്പറോ ഒന്നും ഉണ്ടായിരുന്നില്ല. പലരും ചെയ്ത വീഡിയോസ് തന്നെ എടുത്തിട്ടാണ് നമ്മളൊക്കെ ചെയ്തത്. അതിലൊന്നും ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസ് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഇഷ്യൂവിൽ അപ്ഡേറ്റ്സ് ഇട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്, മെജോറിറ്റി ആളുകൾ. അവസാനമായിട്ട് ഈ ആധാരത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ മാത്രമാണ് ഇവരൊരു ഗൂഗിൾ പേ വെച്ചത്. അതിനകത്ത് കാര്യമായിട്ടൊന്നും വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ബാല എന്ന് കൊടുത്തത് 10,000 അല്ലേ? പക്ഷേ ചാനലുകൾ ഒരിക്കലും അത് എമൗണ്ട് പുറത്ത് പറയാതെ ഇന്ന ആള് മേരി ചേച്ചിയെ സഹായിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ കാണുന്ന ആളുകളുടെ മുന്നിൽ എന്താണെന്നറിയോ, ലക്ഷക്കണക്കിന് രൂപ, അതായത് സിനിമയിലെ മെയിൻ സ്റ്റാറുകളൊക്കെ വിളിച്ച് സഹായിക്കുമ്പോൾ അപ്പൊ അവരൊന്നും കുറച്ച് കൊടുക്കൂല, ലക്ഷങ്ങളാണ് കൊടുക്കുക എന്നുള്ള തോന്നലിലാണ് എല്ലാവരും പറയുന്നത് ഇവരുടെ കയ്യിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിറയെ പൈസ ഉണ്ട് എന്ന് പറയണേ. പക്ഷേ ഇവരുടെ യഥാർത്ഥ സ്ഥിതി ഇതാണ്. മരുന്നിന് പോലും പൈസ ഇല്ലാതെ, ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതെയാണ് ഈ പാവം ഇന്നിവിടെ ഇരിക്കണേ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ അറിയുന്ന ഒരാളെ വിളിച്ചു ചോദിച്ച സമയത്ത് അയാളടക്കം പറഞ്ഞു, അതായത് ആ വ്യക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇവരെ ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് പോലും അവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇൻവോൾവ് ആയല്ലോ. ഇപ്പൊ ബാലചേട്ടൻ്റെ ഒക്കെ പേര് എടുത്തു പറഞ്ഞു, ബാലചേട്ടനൊക്കെ ലക്ഷങ്ങൾ കൊടുത്തല്ലോ എന്നൊക്കെയാണ് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ആധാരം മേരി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഇനി വീടിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വീടിന്റെ ആധാരം എടുക്കാനാണ്, അതല്ലെങ്കിൽ പോകാൻ പാടില്ല. ഇനി ഇതിന്റെ പേരിൽ ഒരാളുടെ മുന്നിൽ പോലും മേരി ചേച്ചിയോ മക്കളോ കൈ നീട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ മനസ്സിൽ പിന്നെ എനിക്ക് തോന്നി വേണ്ട. കാരണം ഞാനൊരു 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ വീണ്ടും ആ 3 ലക്ഷം വീണ്ടും കയറി ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ ആവശ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അപ്പോഴും നിങ്ങൾ പറയുന്ന വാക്ക് ഇത് തന്നെയായിരിക്കും, ഇവർക്ക് ഈ പിരിച്ചു കഴിഞ്ഞാലായിരിക്കും ജോലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതെന്നറിയോ, പൂർണ്ണമായിട്ടും അവരുടെ പ്രശ്നം തീർക്കുക. അതുകൊണ്ടാണ് ഏകദേശം 5,35,000 രൂപയോളം ഉണ്ടായിരുന്ന ആ പൈസ മുഴുവനായിട്ട് കൊടുത്ത് ഈ ആധാരം എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വീടെന്ന് പറഞ്ഞിട്ടോ ആധാരം എടുക്കാനോ എന്ന് പറഞ്ഞിട്ടോ മേരി ചേച്ചി കുടുംബം ആരുടെ മുന്നിലും കൈനീട്ടാനോ ഇതിനായിട്ടോ വരില്ല. പക്ഷേ വളരെ നല്ല കാര്യമാണ്. ഇനി ഈ ഒരു പ്രശ്നത്തിൽ അവർ എന്ത് ചെയ്യരുത്, ഒരാളുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് ചെയ്തത്. എന്തായാലും ഫുള്ളായിട്ട് സെറ്റിൽ ആയല്ലോ. മേരി ചേച്ചിയുടെ പ്രയാസങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അവരുടെ ആധാരം നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തു. ആ ആധാരം കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും മേരി ചേച്ചിയെ സിനിമാ മേഖലയിലും എല്ലാവരെയൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് അവരിതാ ഇന്നും ജീവനോടുകൂടി ഇരിക്കുന്നത്.
സഹായിച്ച ആളുകൾ അത് 1 രൂപയാണെങ്കിലും അവരോട് നന്ദിയും സ്നേഹവും ഒക്കെ നമുക്കുണ്ട് അല്ലേ? സഹായിച്ചപ്പോൾ എല്ലാവർക്കും അതെ, എൻ്റെ ഹൃദയപൂർണ്ണ നന്ദി ഉണ്ട്. എല്ലാവർക്കും നന്ദി പറയും. അപ്പം എന്താണെങ്കിലും മേരി ചേച്ചിയുടെ വീടിൻ്റെ ആധാരം ഞങ്ങൾ കൈമാറുകയാണ്. 10ഓളം അംഗങ്ങളാണ്, ചെറിയ കുഞ്ഞു കുട്ടികളടക്കം. അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ തീർക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ആധാരം കൈമാറുകയാണ്. നവാസ്കാടെ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ, നവാസ്കാട്ട് വന്നേ വീട്ടിലെ നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ സന്തോഷകരമായി നമ്മുടെ മൂളി ചേച്ചിക്ക് വീടിന്റെ ആധാരം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരുടെ മക്കള് ഇല്ലേ, ആ മക്കളില്ലേ, അവരെന്താ ഒന്നും ചെയ്യാത്ത, അവർ ജോലി ഇല്ലേ, അവരിത് ചെയ്യാൻ നോക്കുന്നില്ലേ എന്നൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അറിയാലോ, അവർക്കൊരു സർട്ടൻ ടൈമിലേ അവർക്ക് ജോലി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കുറേ കാലം അവർക്ക് ട്രോളിങ്ങും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർക്ക് ഈ ഒറ്റയടിക്ക് 5-6 ലക്ഷം രൂപ മറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ സിനിമയിൽ നിന്ന് പൈസ കിട്ടിയില്ല എന്നുള്ള ചോദ്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. സിനിമയിലെ ബന്ധങ്ങൾ, സിനിമയിലെ പൈസ, സിനിമ എന്ന് പറയുന്നത് ഒരു മുഖം മൂടി, ഒരു തിളങ്ങുന്ന ഒരു പാത്രം പോലെയാണ്. പലരുടെയും സിറ്റുവേഷൻ വളരെ മോശമാവും, പലരും തമ്മിൽ സഹായിക്കില്ല, പലരും തമ്മിൽ പാര വയ്ക്കും. സോ ഇങ്ങനെയൊക്കെയാണ്. എന്നാലും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് നല്ലൊരു മുഖത്തിട്ടുള്ളൊരു തോണ്ടൽ തന്നെയാണ് ഈ സംഗതി. കാരണം ഏതെങ്കിലും ഇവിടുത്തെ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ തീർക്കേണ്ട പ്രശ്നമായിരുന്നു. എന്താണെങ്കിലും ഇത് ഫിറോസിന്റെ തൊപ്പിയിലുള്ള ഒരു പൊൻതൂവലായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കേണ്ടത് ഈ ഒരു കേസിൽ. കാരണം ഇവരത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ട് എല്ലാ ചാനലിലും വന്നിരുന്നിട്ടുണ്ട്. ഇവർ അത്രയും കഷ്ടപ്പെട്ട് എല്ലാവരുടെ മുന്നിലും പോയി നിന്നിട്ടുണ്ട്. എന്താണെങ്കിലും അത് തീർന്നു കിട്ടിയല്ലോ, കാണാൻ പറ്റി, സമാധാനമുണ്ട്. എന്താണെങ്കിലും ഈ കാര്യത്തിന് ഫിറോസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ.